കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരാനിരിക്കെ വി ഡി സതീശനായി ദില്ലിയിൽ ഫ്ലെക്സ്. കേരള ഹൗസിന് മുന്നിലാണ് വി ഡിക്കായും ഫ്ലെക്സ് ഉയർന്നത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സിലെ വാചകം. അതിൽ പലോട് ഫ്ലെക്സി യുദ്ധം അവസാനിക്കുന്നതേയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലെക്സി യുദ്ധത്തിൽ മുൻപിൽ നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ്. അത് പക്ഷേ തലസ്ഥാനത്ത് കെ സിക്കൊപ്പം തന്നെ ബി ഡിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഫ്ലെക്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്ലെക്സുകൾ എണ്ണി തുടങ്ങിയാൽ ഒന്നാം സ്ഥാനത്ത് കെ സി, രണ്ടാം സ്ഥാനത്ത് വി ഡി സതീശൻ, മൂന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയേണ്ടി വരും. ഫ്ലെക്സ് ആണോ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്നൊക്കെ നാട്ടുകാർ ചിന്തിച്ചു പോകുന്ന സമയമാണ് അല്ലേ? ഉറപ്പായും അരുൺകുമാർ അങ്ങനെ ചിന്തിക്കും. ഒരുപക്ഷെ ദില്ലിയിൽ വന്നാലും അങ്ങനെ ചിന്തിക്കും. ദില്ലിയിലെത്തുന്ന മലയാളികളൊക്കെ ഇത് കണ്ട് ഞെട്ടുന്നുണ്ടാവും. കേരളത്തിൽ മാത്രമല്ല, അതിന്റെ അതേ പരിച്ഛേദം ദില്ലി കേരള ഹൗസിന് മുന്നിലുണ്ട്. ഞാനിപ്പോൾ കാണുന്നത് വി ഡി സതീശനായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ആണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സിലെ വാചകം. വി ഡി സതീശന്റെ വലിയൊരു ചിത്രവും ഈ ഫ്ലെക്സിലുണ്ട്. 102 സീറ്റുകളോടെ UDFനെ അധികാരത്തിലെത്തിച്ച നിലപാടുകളുടെ രാജകുമാരൻ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ എന്ന പേരിൽ ഡൽഹി കോൺഗ്രസ് മലയാളി കൂട്ടായ്മ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കൂറ്റൻ ഫ്ലെക്സ് ആണ്. ഒരുപക്ഷെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിൽ കെ സി ഇവിടെ ഇടതുവശത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കെ സിക്കായി സ്ഥാപിച്ച ഫ്ലെക്സുകൾ. ഇവിടെ മറ്റൊരു ഫ്ലെക്സുമുണ്ട്. ഈ രൂപത്തിൽ ആദ്യം കെ സിക്ക് അരുൺ പറഞ്ഞതുപോലെ കേസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. രണ്ടാമത് എന്ന നിലയിൽ ഇപ്പോൾ വി ഡി സതീശനുള്ള ഫ്ലെക്സ് കൂടി ദില്ലിയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്ന വികാരം. അരുൺകുമാർ, ഇവിടെ നയിച്ചവൻ നായകൻ എന്ന രൂപത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദ റിയൽ ലീഡർ എന്ന പേരിൽ കെ സിയുടെയും ഫ്ലെക്സ് ഉണ്ട്. കെ സിയുടെ ഫ്ലെക്സുകൾ നിറഞ്ഞിരിക്കുന്നതിനിടെയാണ് വി ഡി സതീശനായി കൂടി ദില്ലിയിൽ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ഇതെല്ലാവരും കാണണം, കാണേണ്ടവർ കാണട്ടെ എന്നുള്ളതാണ് ഫ്ലെക്സുകളിൽ പറയുന്നത്. ഇനി ഫ്ലെക്സ് ഇല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ പോയാലോ? അങ്ങനെ ഫ്ലെക്സ് യുദ്ധവും ഒരു ഭാഗത്ത് നടക്കുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തുറക്കാൻ വയ്യ. അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ നയിച്ചവൻ നായകൻ എന്ന മട്ടിൽ, അല്ലെങ്കിൽ പട നയിച്ചവൻ നയിക്കട്ടെ എന്ന മട്ടിൽ, സീനിയോറിറ്റി നയിക്കട്ടെ എന്ന മട്ടിൽ ഒക്കെ തന്നെയാണ് പലരുടെയും പ്രിയപ്പെട്ടവരുണ്ടാവുമല്ലോ. കെ സിയുടെ വേണ്ടപ്പെട്ടവരുണ്ട്, ആർ സിയുടെ വേണ്ടപ്പെട്ടവരുണ്ട്, ബി ഡിയുടെ വേണ്ടപ്പെട്ടവരുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലും തുറന്നെഴുതി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ നേതാവാണ് മുന്നിൽ നിൽക്കുന്നത്. അതൊക്കെ നല്ലതാണ് ഒരു പരിധിവരെ. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കൈവിട്ടു പോയാൽ അപകടമാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. മധ്യപ്രദേശിൽ സച്ചിൻ പൈലറ്റിന് മധ്യപ്രദേശിന്റെ രാജസ്ഥാൻ കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം കൊടുത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച് നീറ്റായിട്ട് 100 സീറ്റിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ അശോക് ഗെഹ്ലോട്ട് അവിടുത്തെ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ഇറക്കപ്പെടുന്നു. അതോടുകൂടി സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും 2 വഴിക്കാവുന്നു. തൊട്ടടുത്ത ഇലക്ഷനിൽ BJP രാജസ്ഥാൻ പിടിക്കുന്നു.